വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വീട്ടിൽ കാണിച്ചു തരുന്നത് ഒരു പഴയ പഴഞ്ചൻ. ഈ പഴഞ്ചൻ എന്ന് പറഞ്ഞിട്ട് ഇവന് മടുക്കണില്ലെന്നൊക്കെ പലർക്കും വിചാരിക്കുന്നുണ്ടാവും. പഴഞ്ചൻ സാധനങ്ങളാണല്ലോ നമ്മൾ ഇമ്പമുള്ളത്, അതായത് പഴയ സാധനങ്ങളൊക്കെയാണല്ലോ കണ്ടിരിക്കാൻ നല്ല രസം എന്ന് വിചാരിക്കേണ്ട. പുതിയതും രസമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിനാരും ട്രോളണ്ട. ഇതൊരു പഴയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വീട്. ഈ വീട് ഇപ്പോൾ റാട്ടപ്പരയല്ല, ഷീറ്റൊക്കെ ഉണക്കാനും വേണ്ടിയിട്ടൊക്കെ വെക്കുന്ന ഒരു വീടായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ പണ്ട് കാലത്ത് ഒരുപാട് കുടുംബങ്ങൾ താമസിച്ചിരുന്നൊരു വീടായിരിക്കാം എന്നുള്ളൂ കേട്ടോ. ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കാരണം ഫുള്ള് മണ്ണാണ്. ജനങ്ങളൊരു സിറ്റൗട്ടൊക്കെ കാണാൻ തന്നെ രസമുണ്ടല്ലേ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ കണ്ടിട്ട് അങ്ങനെ കയറിയതാണ്. മേൽക്കൂരേൻ്റെ നമ്മുടെ ഈ കുഴയൊക്കെ അതേ പഴയ കുഴ തന്നെയാണ്. പക്ഷേ കമ്പി മാറ്റിയിട്ടുണ്ട്. കമ്പി നമ്മുടെ ഇരുമ്പ് സാധാ നമ്മുടെ ഇതില്ലേ, എന്തായാലും പറയുക, വാർപ്പിൻ്റെ കമ്പിയില്ലേ, അതിൻ്റെ ആ ഒരു കമ്പിയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇതേപോലെ തന്നെ ഒരു സിറ്റൗട്ട് പോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നൊരു ജനലുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അതായിരിക്കും ഈ ഒരു ഗ്യാപ്പ്. ഇത് അടുക്കളയാവാനാണ് ചാൻസ്. കാരണം കണ്ടില്ലേ, പുകയുണ്ട് ഇവിടെ. അപ്പോൾ അത് അടുക്കള തന്നെയായിരിക്കും. പണ്ട് കത്തിക്കുന്ന രീതിയിലുള്ള അടുപ്പായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. താഴെ ചാണകമാണ് തളിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഇന്നും ഇതേപോലെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. കാരണം പുറം തേച്ചിട്ടൊന്നുമില്ല. എല്ലാം മണ്ണിലാണ്. അതായത് ചുമര് മണ്ണിലാണ്, ചുമര് തേച്ചത് മണ്ണിലാണ്, എല്ലാം മണ്ണിലാണ്. പക്ഷേ ഇത് കണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് കയറാൻ അതായത് ഒരു പടി, ശരിക്കൊരു 1.5 അടി ഹൈറ്റിൽ തന്നെ ഉയരത്തിലാണ് ഇതുള്ളത്. മുകളിലേക്ക് 1.5 അടി ഹൈറ്റിലാണ് ഇതുള്ളത്. മേൽക്കൂര അവിടെയൊക്കെ പൊട്ടിയതൊക്കെ കാണാം നമുക്ക്. ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കാണൂലേ? കണ്ടെങ്കിൽ അവിടെ പൊട്ടിയിട്ട് വലിയ സേഫ്റ്റി ഒന്നുമില്ല. എന്തായാലും ഇതിന് നല്ല വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ട്. കട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. കാരണം അത് ആ ഒരു വെയിറ്റിലാണ് മൊത്തം ആ ഒരു സൈഡിലേക്ക് ഒരു ചെരിവുണ്ട് ഇതിന് മൊത്തത്തിൽ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ തലയിൽ കൂടെ വീഴുമോ? ഇല്ലല്ലേ, വീഴില്ലെന്ന് വിചാരിക്കുക. നമ്മൾ ആ ഫ്രണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഇനി ആ ഫ്രണ്ടിൽ കൂടെ ഉള്ള കാഴ്ച തന്നെ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ കൂടെ നമ്മൾ കയറുകയാണെങ്കിൽ ഇത് ഒരു റബ്ബർ തോട്ടമാണ് കേട്ടോ. വേറെ നല്ല ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് സിറ്റ് ഔട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട്, മറ്റേത് അടുക്കള ഭാഗമാണ്. ഇതിങ്ങനെ കയറി വരികയാണെങ്കിൽ ഈ സിറ്റ് ഔട്ട് കൂടെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ശരിക്കും ഇതും ആഗ്രഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മളെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് എന്താ പറയുക, വീടില്ലാതെ സ്ഥലമില്ലാതെയൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഓരോ കമൻറ്റിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ചെറിയൊരു വീട് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവർ, നിങ്ങളെ അടുത്തൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്തു കൊടുക്കുക. ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ വിചാരിക്കുന്നത് തന്നെയാണ് ഒരു സാധാരണ ഒരു കുടുംബത്തിന് പറ്റുന്ന രീതിയിൽ താമസിക്കാൻ പറ്റിയ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ, അതായത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തും. നമ്മുടെ ആഗ്രഹത്തിൽ എന്താ പറയുക, കുറഞ്ഞ ചിലവിൽ ചെറിയ വീടുകൾ കുറേ പേർക്ക് വെച്ച് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. അത് നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും മുന്നോട്ട് വരും. ഇപ്പോൾ നമ്മുടെ ചാനൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ ഇത്രയും സപ്പോർട്ട് തന്നുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ ഇത്രയും റീച്ചായിട്ട് കയറിയത്. അതുപോലെ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നിങ്ങളതിന് പിന്നാലെ ഉണ്ടായാൽ മതി. എന്തായാലും ഉഷാറാവട്ടെ. ഇതാണിപ്പോൾ നമ്മളെ ഈ റൂമിൻ്റെ, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി ഹൈറ്റിൽ കുറച്ച് പൊന്തിയിട്ടാണ്. ഹൈറ്റിൽ പൊന്തിയതിന് ശേഷമാണ് നമുക്ക് ഈ ബെഡ്റൂം ഉള്ളത്. ഇതൊരു ബെഡ്റൂം തന്നെയാണ്. ഒരു ഷെൽഫിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ജനലുണ്ട്. ജനലൊക്കെ ആകെ ചെതൽ പിടിച്ചിട്ടുണ്ട്. മുകളിൽ മേൽക്കൂരയൊക്കെ നല്ല ചെറിയ, അതായത് ശരിക്കിത് ഒന്ന് തേച്ച് മിനുക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് താമസിക്കാവുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു വീട്. ഇതൊക്കെ ഇതേപോലെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. കാരണം പലരും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പലരും എന്താ പറയുക, വീട് പണി അടുത്തൊരു വീട് പൊളിച്ച് കളയാമെന്നാണ്. അതായത് പഴയൊരു വീട് പൊളിച്ച് കളഞ്ഞിട്ടാണ് പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കുക. ഇവിടെ ഓൾറെഡി വീടുകളൊന്നും വരാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് ഇതേപോലെ തന്നെ നിലനിന്ന് പോണത്.
താഴെ നമ്മളെ കരിങ്കല്ലിൻ്റെ കെട്ടൊന്നും എവിടെയില്ല കേട്ടോ. കരിങ്കല്ലിൻ്റെ കെട്ടുണ്ടോ? ഉണ്ട്, സംശയമുണ്ട്. ഇത് കരിങ്കല്ലാണോ? ഇത് കണ്ടിട്ട് കരിങ്കല്ല് പോലെ ഉണ്ട് കേട്ടോ. ആണ്, കരിങ്കല്ലാണ്. അവിടെ കരിങ്കല്ലുണ്ട്, ആ ഭാഗത്തും കരിങ്കല്ലുണ്ട്. തറ ഈ ഭാഗം വരെ, ഇവിടെ വരെ ഉണ്ട്. സിറ്റൗട്ട് കരിങ്കല്ലിലല്ല. ബാക്കിയുള്ള അടുക്കള, 2 ബെഡ്റൂം, ഒരു സിറ്റൗട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ലാസ്റ്റ് എടുത്തതാണ്. ആദ്യം ഉണ്ടായിരുന്ന വീട് അത്ര ഭാഗമേ ഉണ്ടാവുള്ളൂ. അതിന് ശേഷം എടുത്ത ഭാഗമാണിത്, ഈ സൈഡിലേക്ക്. ഇതിന് ഇതിനും തറ ഉണ്ട് കേട്ടോ. കണ്ടങ്ങൾ, ഇതിവിടെ തറ ഉണ്ട്, കരിങ്കല്ലുണ്ട് ഇവിടെ. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ തന്നെയാണ്. അതായത് ഈ ഒരു ഭാഗത്തേക്ക് തുറക്കുന്നതും അപ്പുറത്തെ ഭാഗത്തേക്കും തുറക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് അടുക്കളയ്ക്ക് അവർ പോയിട്ടുണ്ടാവും, ഇറങ്ങിപ്പോയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും ഈ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇങ്ങനത്തെ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടവർ, നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പറഞ്ഞിരുന്നു പഴയ വീടുകളൊക്കെ കാണിച്ചു തരണം, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇപ്പോൾ ഇതേപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമാണ്, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് എന്നെക്കൊണ്ട് കുടുങ്ങിയിരിക്കണമെന്നൊക്കെ തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എന്നാൽ അതിനനുസരിച്ച് നമുക്ക് ആ വീഡിയോ അതിനനുസരിച്ച് സ്വഭാവങ്ങൾ മാറ്റാമല്ലോ. പിന്നെ എൻ്റെ ഡബ്ബിങ്ങും കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു ഒരു വൃത്തികേട്, അതായത് ഒരു സുഖമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതോടൊപ്പം ഇത് വീടിൻ്റെ ബാക്ക് വശമാണ്. ഇത് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിൽ. അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പറയാൻ മറന്നുപോയതാ. ശരിക്കും ഞാൻ അത് മുതലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഇതിങ്ങനെ തിരിഞ്ഞാണ് നോക്കുകയാണ് കണ്ടെങ്കിൽ എന്താ വൈബ് കണ്ടോ. എന്താ കാണുന്ന അറിയാമെങ്കിൽ പുഴയാണ്. അതായത് നല്ല വലിയ ഒരു പുഴ തന്നെയാണ്. ആ പുഴേൻ്റെ അടുത്തുനിന്ന് ഞാൻ വന്നിട്ടുള്ള കാഴ്ച ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങളതൊന്ന് കണ്ടു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. സംഭവം വൈബുള്ളൊരു ഏരിയ കേട്ടോ. അടിപൊളി വൈബ് ഏരിയ. നല്ല തണുപ്പാണ് ഇപ്പോൾ ഈ സമയത്ത്. റബ്ബറും തോട്ടമാണ്. ചെറുതായിട്ട് കൊതുക് അടിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.